ഒട്ടും തന്നെ മെമ്പറിന് ജോലിയിൽ പോലും പ്രവേശിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ശരി, എല്ലാവർക്കും നമസ്കാരം. സഭയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ മുകുന്ദൻ, രണ്ടുപേരും ഫോർമർ ജനറൽ മാനേജർ APP. അതിന്റെ അർത്ഥം ഇപ്പോൾ ഞാൻ വളരെ അടുത്ത് ഇടപഴകി പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ GM മുൻ അധികാരികൾ. ശ്രീ സുഹൃത്തും വളരെ അടുത്ത IAS വളരെ കാലമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ശ്രീ ജോൺസൺ ഫെർണാണ്ടസ് ഇപ്പോഴും സജീവമാണ് PSSC-യിൽ. അദ്ദേഹത്തിന് എപ്പോഴും കാണാറുമുണ്ട് ഈ പല സോഷ്യൽ മാറ്റേഴ്സുമായിട്ട്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് വരെ എന്തോ ഒരു വിഷയമായിട്ട് എൻ്റെ അടുത്ത് കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഇത്രയധികം ആളുകൾ ഇവിടെ വന്നിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഞാൻ ഒരു 20 പേരുണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം റിട്ടയർ ചെയ്തവർ എല്ലാവരും വീട്ടിൽ ഒന്ന് മടിച്ചു നിൽക്കും. അതാണ് അതിൻ്റെ ഒരു സാധാരണ ഒരു ശൈലി. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൃശ്ശൂർ പെൻഷനേഴ്സ് അസോസിയേഷൻ ഇത്രയും അധികം ആളുകൾ ഒരുമിച്ച് ഇതുപോലെ ഒരു വേളയിൽ വന്ന് സംബന്ധിച്ചിട്ട് എല്ലാവരും പ്രവർത്തിക്കാൻ ഉള്ള ഒരു സന്നദ്ധത കാണിച്ചതിന് വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ്, ഇത്രയും പേര് ഒരുമിച്ച് വരാനായിട്ട്. കാരണം റിട്ടയർ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ദിശയില്ലായ്മ. നമ്മൾ സർവീസിലുള്ള സമയത്ത് നമുക്ക് ഡെയിലി രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, അടുത്ത ആഴ്ചത്തെ ജോലി ഓൾറെഡി നമുക്ക് ലൈൻഡപ്പ് ആണ്. അപ്പോൾ നമുക്കൊന്നിനും അശേഷം ഒന്നിനും സമയമില്ലാത്തൊരു സാഹചര്യമാണ്. നമ്മുടെ ആരോഗ്യം പോലും നോക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. അങ്ങനെ ദിവസം 1, 2, 3 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എനിക്കിപ്പോൾ 2 ദിവസം അവധിയെടുത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കണമെന്ന് വിചാരിക്കുമ്പോൾ പോലും സമയമാണ്. അപ്പോൾ അത്ര കണ്ട് എല്ലാവരും സർവീസ് സമയങ്ങളിൽ തിരക്കിലായിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് റിട്ടയർ ചെയ്യുമ്പോൾ ഓൾ ഓഫ് എ സഡൻ നമ്മൾക്കൊരു ദിശയില്ലാത്തൊരു സാഹചര്യം വരും. ദിശയില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും നമ്മൾക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തിനൊരു ചിട്ട ആവശ്യമില്ല. ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴെങ്കിലും ആയാൽ മതി. ബാക്കിയുള്ള കുട്ടികളും പേരക്കുട്ടികളും ജോലിക്ക് പോകുന്നു, അവർ കൃത്യ സമയങ്ങളിൽ പോകും. നമ്മൾക്ക് സമയത്തിന് തിങ്കളാഴ്ചയാണോ ഞായറാഴ്ചയാണോ എന്ന് ഒരു ചിട്ട പോലും ഒരു കണക്ക് പോലും ഇല്ലാത്തൊരു സാഹചര്യം വരും. ഇത് നിങ്ങൾ കടന്നു പോകുന്ന ഒരു വിഷയമായിരിക്കാം. എനിക്ക് ഇപ്പോൾ അറിയാം എങ്ങനെയായിരിക്കും ഇത് ഇങ്ങനെയെന്ന് എനിക്കറിയാം. ആ ഒരു സാഹചര്യമാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ അപകടമായിട്ടുള്ള കാര്യം. നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് മാനസികമായിട്ട് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കണം. എപ്പോഴും ആക്റ്റീവും ഡിബേറ്റും ചർച്ചകളും വർക്കുകളും മുന്നോട്ടുള്ള ജോലികളും മനസ്സിലുണ്ടെങ്കിൽ ആരോഗ്യം വളരെ നന്നായിട്ടിരിക്കും. കാരണം നമുക്ക് എപ്പോഴും ഒരു സെൻസ് ഓഫ് ഏർജ് ഉണ്ട്. എനിക്ക് ഇത് ചെയ്യണം, നാളെ ചെയ്യണം, വെറുതെ ചടഞ്ഞ് കിടക്കാൻ പറ്റില്ല, എൻ്റെ ആരോഗ്യം എനിക്ക് നോക്കണം, കാരണം വളരെ കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട് എന്നൊരു ചിന്തയുണ്ടാവും. ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ ഏക കാര്യം പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഓരോ അസൈൻമെന്റ്സ് സ്വയം ഏറ്റെടുക്കണം. അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആവാം, മെന്റൽ ആവാം. മെന്റൽ നല്ലൊരു അസൈൻമെന്റ്സ് ആണ്. പല കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയും കേരളം ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പം ജനങ്ങളുടെ പ്രതികരണം ഇല്ലായ്മയാണ്. പ്രതികരണം ചില അപൂർവ സംഘടനകളും അവരുടെ നേതാക്കളിലും ഒതുങ്ങുന്നു. അതിനുപരി സംഘടനകളും നേതാക്കളും കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ സാധാരണ ആളുകൾ പ്രതികരിക്കണം. അവരിൽ നിന്നും ഇന്നതിന് കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടണം. നേതാക്കൾ മാത്രമല്ല, ഉദ്യോഗസ്ഥരും നമ്മുടെ മുകളിലിരിക്കുന്ന ഏത് സംഘടനയായാലും, നമ്മൾ വാട്ടർ അതോറിറ്റി, KSCB എവിടെ പോയാലും നമ്മുടെ ഇൻകം ടാക്സ് കൊണ്ടാണ് ഈ മുഴുവൻ കാര്യങ്ങളും രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് നമ്മുടെ സേവനങ്ങൾ നമ്മുടെ ഒരു അവകാശമാണെന്നും അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളിവിടെ കസേരയിലിരിക്കുന്നത് എൻ്റെ ശമ്പളം കൊണ്ടാണ്, എൻ്റെ അതുപോലെ മറ്റ് സഹപാഠികളുടെയും സഹപ്രവർത്തകരുടെയും ശമ്പളം കൊണ്ടാണ്. ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ മുന്നേ ഇരുന്നതുമാണ്. എല്ലാവരും വരും. നമ്മുടെ എല്ലാവരുടെയും ഇൻകം ടാക്സിൽ നിന്നാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. മറ്റ് ഘടകങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ പ്രവർത്തനം വളരെ പ്രധാനമാണ്. പ്രവർത്തനം, നിങ്ങൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റാൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതായത് കൃഷി ആയാലും ഏറ്റവും ഉത്തമം. കൃഷി ഏറ്റവും നല്ല ഒരു പ്രവർത്തന മേഖലയാണ്. നമ്മുടെ ഈ പ്രകൃതിയിലുള്ള എലിമെന്റ്സിനെ നമ്മൾ എൻകൗണ്ടർ ചെയ്യണം. ഒരു എട്ടുകാലിയും ഒരു പക്ഷിയെയും ഒരു ഞാഞ്ഞൂളിനെയും നമ്മൾ എൻകൗണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് പ്രകൃതിയിൽ മഞ്ഞുതുള്ളികളും ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ, സൂര്യപ്രകാശം മഞ്ഞുതുള്ളി കൂടി
റിഫ്രാക്ട് ചെയ്ത് ഒരു പ്രകാശം, ഒരു നമ്മുടെ മലയാളം പാട്ടില്ല, സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നുവോ, അത് മുൻ ചീഫ് സെക്രട്ടറി ജയകുമാർ എഴുതിയ വരികളാണ്. ഇതുപോലെയുള്ള പല കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു ഊർജം ഉളവാകുകയും നമുക്ക് ജീവിതത്തിനൊരു ദിശ ഉണ്ടാവുകയും നമ്മളൊരു ഭാരമല്ല ഈ സൊസൈറ്റിക്ക്, നമ്മളൊരു അമിതമായി ഇനി എന്നെ ആർക്കും വേണ്ട എന്നുള്ള ഒരു ചിന്തകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ പോസ്റ്റ് റിട്ടയർമെന്റ് പ്ലാനുകൾ ഉണ്ടായിരിക്കണം. അത് ആക്ടിവിറ്റി ആയിരിക്കണം. ആക്ടിവിറ്റി ശ്രീ ജോൺസൺ ഫെർണാണ്ടസ് 2006 റിട്ടയർ ചെയ്തിട്ടു. ഇപ്പോൾ 2026 ആകുമ്പോൾ 2-3 ദിവസങ്ങളെയും കൂടിയേ ഉള്ളൂ. ഇദ്ദേഹം അതിനർത്ഥം അദ്ദേഹത്തിന്റെ പ്രായം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കണ്ടാൽ പറയില്ല. ഇപ്പോഴും സാറ് പറഞ്ഞു 2-3 വർഷം മുന്നേ റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് പറഞ്ഞതാണ്. കണ്ടിട്ട് അദ്ദേഹത്തിന് അത്രയും പ്രായമേ തോന്നുന്നു. പിന്നെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. പ്രവൃത്തിയും ആക്ടിവിറ്റിയും ഓരോ പരിപാടികൾ തലയിൽ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയം. ഇനി ഇത് കഴിഞ്ഞ് അദ്ദേഹം പ്രസംഗമാണ്, ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അതും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്ര കണ്ട് ചിന്ത ആക്ടിവേറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് ആരോഗ്യമുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം ആക്ടിവിറ്റി നമ്മുടെ ആരോഗ്യത്തിന് അനിവാര്യമാണ്. അത് ഇല്ലാതെ പോകുമ്പോൾ ജീവിതത്തിന് ദിശയില്ലാതെ വരും. അതുകൊണ്ട് എത്രയും ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. ആക്ടിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങളെല്ലാം പ്രവർത്തിച്ച സ്ഥാപനമാണ് ISROയിൽ ഇപ്പോഴും പഴയതുപോലെയോ അതിലും ഊർജവുമായിട്ടോ അതിൽ 10 മടങ്ങ് ബുദ്ധിമുട്ടുകളും ആക്ടിവിറ്റീസും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രോജക്ട്സ്. പണ്ട് നമ്മൾക്ക് വർഷത്തിൽ 1 ലോഞ്ച് അല്ലെങ്കിൽ 2 ലോഞ്ച് ചിലപ്പോൾ ആദ്യകാലങ്ങളിൽ 2 വർഷത്തിൽ 1 ലോഞ്ച് ആയിരുന്നു. PSLVയുടെ സമയത്ത് 1997-98 കാലയളവിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 2 വർഷം 3 വർഷം കൂടുമ്പോൾ ഒരു ലോഞ്ച്, ഒരു PSLV. ആദ്യം PSLV D1 D2 പിന്നെ C1. ഇപ്പോ അതല്ല കാര്യം. ഇപ്പോ മാസത്തിലൊരു ആക്ടിവിറ്റിയാണ്. മാസത്തിലൊരു ലോഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലോഞ്ചിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് വളരെ അധികമാണ്. പ്രിപ്പറേഷൻസ് പറഞ്ഞാൽ അതിനുശേഷം CGR-ന് ശേഷം FRR വൈസ് റെഡിനെസ് കമ്മിറ്റി, MRR മിഷൻ റെഡിനെസ് റിവ്യൂസ്, സോളിഡ് മോട്ടോറിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും നമ്മുടെ ലോഞ്ച് വിജയിക്കാതെ പോയി. ഇത്രയും വർഷത്തിന് ശേഷം കൂടി 2025-18 പരാജയപ്പെടുന്നുണ്ടായി. നമ്മുടെ 3rd സ്റ്റേജ് മോട്ടറിലാണ് പ്രശ്നം വന്നത്. അതെല്ലാം നമ്മളിപ്പോൾ സോൾവ് ചെയ്ത് 2 സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് കഴിഞ്ഞ അടുത്ത PSLV C62-ന് പോവാണ്. ഈ വരുന്ന ജനുവരി 7-ാം തീയതിയോ 8-ന് ആ ഒരു ആഴ്ചയായിരിക്കും. ഇത് മാറ്റാൻ എനിക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ സംസാരിക്കണം എന്നുള്ളത് അതിൽ പ്രാർത്ഥന ഇതിന് വരികയാണ് ഉണ്ടായത്. പറഞ്ഞു വരുന്നത് എല്ലാ നിമിഷങ്ങളും ശനിയാഴ്ചന്നില്ല ഞായറാഴ്ചന്നില്ല ഇപ്പോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2001-ലാണ് ആദ്യത്തെ GSLV നിർമ്മിച്ചതും. അന്ന് ലോഞ്ച് പാഡിൽ ഇരിക്കുമ്പോൾ അതിന് ചെറിയ പ്രശ്നം ഉണ്ടാവുകയും അതിനുശേഷം നമ്മൾ അത് കറക്റ്റ് ചെയ്ത് പിൽക്കാലത്ത് 1-2 ഫെയിലിയേഴ്സ് GSLV കൊണ്ടാകും. പിന്നെ ഇപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം 2014-ൽ നമ്മൾ GSLV Mark 3 ഇന്ന് നമ്മുടെ ISRO ചെയർമാൻ ബാഹുബലി റോക്കറ്റ് എന്ന് പറഞ്ഞു. ഇന്ന് അതേ രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വെയിറ്റ് കൂടിയ സ്പേസ് ക്രാഫ്റ്റ് നമ്മൾ മിനിഞ്ഞാന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ലോഞ്ച് ചെയ്തു. കാലം എത്ര മാറിയിരിക്കുന്നു. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളും സേവനങ്ങളും അത്രയധികം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഇത് സാധിച്ചത്. അപ്പോൾ ഇതിന്റെ സക്സസിന്റെ അല്ലെങ്കിൽ ഇതിന്റെ വിജയത്തിന്റെയും ഈ മാറ്റത്തിന്റെയും ഒക്കെ ഒരു വലിയ ക്രെഡിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ ആ അവകാശം അതും നിങ്ങളുടെയാണ്. ഈ വർക്കിന്റെ ഇത് നിങ്ങൾ Mark 3 ചിലവർ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ കാലം മുന്നേ ഉണ്ടായിരുന്നു. GSLV-യിൽ നിന്നും അല്ലെങ്കിൽ PSLV-യിൽ നിന്നാണ് GSLV ഉത്ഭവിക്കുന്നതും GSLV-യിൽ നിന്നാണ് GSLV Mark 3 ഉത്ഭവിക്കുന്നതും. അതിനാൽ PSLV-യും ASLV-യും കണ്ടവർക്ക് Mark 3-ലും കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അത് നിങ്ങൾ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ ബോധിപ്പിക്കുവാനും നിങ്ങളോട് എല്ലാവർക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ് പറയാനും വേണ്ടിയായിരിക്കും. പക്ഷേ നമ്മൾ GSLV Mark 3-യിൽ നിന്ന് നിൽക്കുന്നില്ല. നമ്മൾ അടുത്ത ലോഞ്ച് വെഹിക്കിളിലോട്ട് പോയി. NGLV, നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ. അത് 60 ടൺ ടുലിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളാരും ഇപ്പോൾ Mark 3-യുടെ കപ്പാസിറ്റി 4000 ടൺ അല്ലെങ്കിൽ 6000 ടൺ ടുലിയോ ആണെങ്കിൽ ഇത് 60 ടൺ ടുലിയോ വലിയൊരു മടങ്ങ് വർധനയാണ് ഉണ്ടായിരിക്കുന്നത്.
അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ വളരെ ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ നമ്മൾ ചന്ദ്രയാൻ വിക്ഷേപണം നടക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചന്ദ്രയാനെ പറ്റി ഞാൻ കൂടുതലൊന്നും സംസാരിക്കേണ്ട. ജനസമിതിയുടെ ഇടയിൽ വളരെയധികം പോപ്പുലറും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനു പുറമെ ചന്ദ്രയാന്റെ അടുത്ത മിഷൻസും നമ്മൾ സജീവമാണ്. നമ്മൾ അവിടെ പോയിട്ട് ഒരു സാമ്പിൾ അവിടുന്ന് എടുത്തുകൊണ്ട് കൊണ്ടുവരാനും അതിനുശേഷം മനുഷ്യനെ അവിടെ വിടാനും എല്ലാം പ്ലാനുകളായിട്ടിരിക്കുന്നു. നമ്മൾ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗഗൻയാൻ പ്രോഗ്രാം, മനുഷ്യനെ ഓർബിറ്റിൽ വിടുന്ന പ്രോഗ്രാം, അതും സജീവമായിട്ട് നടക്കുന്നു. അതിന്റെ അടുത്ത ലോഞ്ച് ഈ വർഷം ആദ്യ പകുതിയിൽ നടക്കണം. ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം ഫെബ്രുവരിയാണ്. ഫെബ്രുവരിക്ക് നടന്നാൽ കൊള്ളാം. അത്രയധികം വർക്കുകൾ അതിനകത്തുണ്ട്. ആദ്യത്തെ ഫ്ലൈറ്റ് മനുഷ്യനുണ്ടാവില്ല, അൺമാൻഡ് ആണ്. അതിനുശേഷം അതിനകത്ത് നമ്മൾ അത് കഴിഞ്ഞ് അതിന്റെ ഒരു ഫ്ലൈറ്റും കൂടെയുണ്ട്. GSLV, ഇത് HLVM-3. H എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റേറ്റഡ്, LVM-3 Mark 3 ലോഞ്ച് വെഹിക്കിളിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്, അതിന്റെ പേര് G1. അത് ഈ വർഷം വരുന്നു, 2026 ആദ്യ പകുതിയിലുണ്ടാവും. അതിനുശേഷം അതിന്റെ അടുത്ത ഫ്ലൈറ്റ് G2 ഉണ്ടാവും. ഇത് രണ്ടും ടെസ്റ്റ് ഫ്ലൈറ്റ്സ് ആണ്. ശേഷം H1 മനുഷ്യനെ നമ്മൾ വിക്ഷേപിക്കാൻ പോകുന്നു. അപ്പോൾ അത്ര കണ്ട് നമ്മൾ മനുഷ്യനെ വിടാൻ പോലും ISRO വലുതായോ, അത്ര കണ്ട് നമ്മൾ വലുതാകുന്നു. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നു. നമ്മൾ അത്ര വലുതായെന്ന് നമുക്ക് ബോധ്യമായി തുടങ്ങി. ഇതിന്റെ വർക്കുകൾ ഒരുപാടുണ്ട്. അതെല്ലാം നമ്മുടെ മാൻ പവർ അത്ര കൊണ്ട് വർദ്ധിച്ചിട്ടില്ല. ഇപ്പോഴും മാൻ പവർ പഴയ പോലെ ഉള്ളൂ. ആ വർക്കുകളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് മടങ്ങ് വർക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. മാൻ പവർ നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുമ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ്. അബ്രോഡ് മാൻ പവർ ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ നിന്നും അത് വർദ്ധിക്കുന്നില്ല. റിട്ടയർമെന്റ് ചെയ്യുന്നത് ISTയിൽ നിന്നും ഇപ്പോൾ മാൻ പവറിനെ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്ര കണ്ട് വർക്ക് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഒരു സീനിയർ ലെവൽ ആകുമ്പോഴത്തേക്കും ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടും. ഏത് നേരവും ഇന്ന വർക്കും ആ മെയിലും ഈ മെസ്സേജും ഇതിന് തീരുമാനം നൽകണമെന്നുള്ള ആവശ്യവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത്. നമുക്കൊരു സുഖമായിട്ടുള്ള ഒരു സമാധാനമായിട്ടുള്ള സമയമില്ലാതെ മാറുന്നു. ഏത് നേരവും ആക്ടിവിറ്റിയാണ്. ഇതിന് പുറമെ നമ്മൾ ഇനി ഉടനെ വീനസ് മിഷൻ 2028 വീനസിലോട്ട് പോകാൻ. വീനസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയോട് എല്ലാവരും ശുക്രൻ എന്നും ഇംഗ്ലീഷിൽ വീനസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലാനറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വീനസ്, നമ്മുടെ ഇടയിൽ ഒരു നരകമുണ്ടെങ്കിൽ അതെങ്ങനെ ഇരിക്കും എന്ന് അറിയണമെങ്കിൽ വീനസിൽ നോക്കിയാൽ മതി. വീനസിന്റെ പ്രതലത്തിൽ ഭൂമിയെക്കാട്ടിലും 95% മടങ്ങ് അധികം പ്രഷറും, ഇവിടുത്തെ 30 ഡിഗ്രി ആണെങ്കിൽ അവിടുത്തെ താപനില 600 കെൽവിനാണ്. അതിന്റെ അർത്ഥം അവിടെ നരകത്തിന് തുല്യമാണ്. യാതൊരു മനുഷ്യന് മരിച്ചു എന്നുള്ളൊരു സംശയമില്ലല്ലോ. ഇത്രയധികം മർദ്ദവും താപനിലയും വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ഭസ്മം പോലും ഉണ്ടാകും, ഭസ്മം പോലും കത്തിപ്പോവും. അത്ര കണ്ട് ടെമ്പറേച്ചറാണ് അവിടെ ഉള്ളത്. അപ്പം ആ വീനസിലോട്ട് പോകാനാണ്. പക്ഷെ വീനസ് എങ്ങനെ വീനസ് ആയി എന്നുള്ളത് ഒരു പഠനത്തിന്റെ തുടക്കമാണ്. ഒരു കാലഘട്ടത്തിൽ വീനസ് ഭൂമിയെ പോലെയുള്ള ഒരു പ്ലാനറ്റ് ആയിരുന്നിരിക്കാം. അതാണ് ഈ കാലത്ത് ഉത്ഭവിച്ച് വന്ന് മറിഞ്ഞ് ഇത്രയും ഒരു നരകം പോലെയുള്ള ഒരു പ്ലാനറ്റായി മാറി വീനസ്. അപ്പൊ ഇതിന്റെ പഠനം, ഇതിനകത്ത് ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ്. വീനസിന്റെ പ്രതലത്തിലുള്ള കാറ്റിന്റെ സ്പീഡ് വീനസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും സ്പീഡ് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാറ്റ് വീനസിന് ചുറ്റി വരും, അപ്പോഴേക്കും വീനസ് അത്ര കണ്ട് ചുറ്റിയിട്ടുണ്ടാവില്ല. വീനസിന്റെ ഗ്രാവിറ്റി ഭൂമിയുടെ ഗ്രാവിറ്റി പോലെ തന്നെ സിമിലർ ആണ്. പക്ഷെ വീനസിന് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ വായുമണ്ഡലവും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും എന്താണെന്ന് അറിയണമെങ്കിൽ വീനസിൽ പോകണം. കാരണം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ സൂര്യനിൽ നിന്നും വരുന്ന സോളാർ ഫ്ലെയർസ്, ഇലക്ട്രോണിക് ഫ്ലെയർസ്, അതായത് ഗാമ റേഡിയേഷൻസ്, ഇതെല്ലാം നേരെ ഭൂമിയിൽ പ്രതികരിക്കുകയും അതിന് അറ്റ്മോസ്ഫിയറിൽ പിടിച്ചെടുത്താൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ വന്ന് വീഴുകയും അതോടെ നമ്മുടെ ശരീരത്തിൽ ഡിഫോമിറ്റീസും മാറ്റങ്ങളും വരും. നമുക്ക് ക്യാൻസർ പോലത്തെ അസുഖങ്ങളെല്ലാം വരാവുന്നതാണ്. അതെല്ലാം നമ്മളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഭൂമിയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് വെളിയിൽ അത് സ്ഥിതി ചെയ്ത് ഭൂമിയെ ഒരു കവചം പോലെ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെയാണ് അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിന്. അതേപോലെയാണ് അറ്റ്മോസ്ഫിയർ നമുക്ക് ഏത് നേരം ചന്ദ്രന്റെ സർഫസ് കാണുമ്പോൾ അറിയാം. പണ്ട് കാലത്ത് പറയായിരുന്നു, നിന്റെ മുഖം കണ്ടാൽ ചന്ദ്രനെ പോലെ സൗന്ദര്യമാണ് പെൺകുട്ടികളെ കണ്ടിട്ട്. ഇപ്പൊ അറിയാം അതിന്റെ അർത്ഥം എന്താണ്. ചന്ദ്രനിൽ മുഴുവൻ വ്രണങ്ങളും ഏത് നേരവും ഉൽക്കകളും വലിയ വലിയ സ്പേസ് ഓബ്ജക്ട്സും വന്ന് പതിച്ച് കുഴിയും ഗുഹകളും
അൻഡുലേഷൻസും എല്ലാമാണ്. ക്രേറ്റേഴ്സ് മുഴുവൻ ചന്ദ്രനിലുണ്ട്. അതുപോലെ ഒരു മുഖം ഒരു സ്ത്രീക്കോ പുരുഷനോ ഉണ്ടെങ്കിൽ എന്ത് കഷ്ടമായിരിക്കും അത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അത്രയധികം അണ്ടർ സ്പേസ് ഓബ്ജക്ട്സ് ഒരു പ്ലാനറ്റിലോ അല്ലെങ്കിൽ ഒരു മൂണിലോ പ്രതലിക്കുകയാണെങ്കിൽ ഇത് ഭൂമിയിലും വന്ന് ഇമ്പാക്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും കാണും രാത്രികാലങ്ങളിൽ ഒന്ന് ആകാശത്തോട് നോക്കിയിരുന്നാൽ മനസ്സിലാവും ഉൽക്കകൾ ഇങ്ങനെ പറന്നു പോകുന്നത്. ഈ ഉൽക്കകൾ എന്ന് പറഞ്ഞാൽ ഈ ഡീപ് സ്പേസിൽ നിന്നും വരുന്ന നാച്ചുറൽ ആയിട്ടുള്ളതും മാനുഷിക നിർമ്മിതമായിട്ടുള്ള ഡെബ്രികൾ ഭൂമിയിൽ ഒരു 8 km/s എന്നുള്ള വെലോസിറ്റി, അതിലും കൂടുതലായ വെലോസിറ്റിയിൽ ഭൂമിയിൽ പ്രവേശിക്കുകയും അതിലുള്ള കർഷണത്തിൽ നിന്നും അത് കത്തിപ്പോവുകയും ചെയ്യണം. ഈ അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം ഭൂമിയിൽ വന്ന് പതിക്കുകയും നമ്മൾ സാധാരണ ഇവിടെ സൈക്കിളോട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കാറിൽ പോകുമ്പോഴോ ഇതെല്ലാം വന്ന് നമ്മുടെ തലയിൽ വീഴുകയും ചെയ്ത് നമ്മളിൽ കൂടി അത് മുറിഞ്ഞ് കയറിയാൽ പോകും. മരണം ഇമ്മീഡിയറ്റ് ആയിരിക്കും. അത്ര കണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വായു എന്ന് പറയുന്ന ഇത്രയും നമ്മൾ ഏത് ദിവസവും നമ്മളെ പറയുന്ന ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ള ഈ വായു, ഈ ഗ്രാവിറ്റിയും ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും നമ്മളെ ഇവിടെ ജീവിക്കാൻ സഹായിക്കുന്നതല്ല, അതിനെ എനേബിൾ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സഹായിക്കാൻ മാത്രമല്ല, അതില്ലായിരുന്നുവെങ്കിൽ മനുഷ്യന് സർഫസിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊന്നും വീനസിൽ ഇല്ലാതെ വന്നിരിക്കും. വീനസിൽ ഗ്രാവിറ്റി ഉണ്ട്, പക്ഷെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പൊ അത്ര കണ്ട് ബുദ്ധിമുട്ടാണ് വീനസിൽ താമസിക്കാൻ സാധിക്കില്ല. അപ്പൊ വീനസിൽ 70 കിലോമീറ്ററിൽ 1 bar പ്രഷറും ഏകദേശം 30 ഡിഗ്രി ടെമ്പറേച്ചറുമാണ്. അത് 70 കിലോമീറ്ററിലാണ് ഇത്ര കണ്ട് ഉള്ള ഒരു സാഹചര്യം, ഭൂമി പോലത്തെ ഒരു സാഹചര്യങ്ങളുള്ളത്. അപ്പോൾ ആളുകൾ കരുതുന്നു 70 കിലോമീറ്ററിൽ പോയി നമ്മളൊരു ബലൂൺ, ഫ്ലോട്ടിംഗ് ബലൂൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് നാളെ കുറച്ച് നിരീക്ഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാം എന്ന് നമ്മൾ കരുതാം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റഡീസ്, അതാണ് വീനസ് ഓർബിറ്റർ മിഷൻ 2028 നമ്മൾ ലോഞ്ച് ചെയ്ത് അവിടെ എത്താനും സമയമെടുക്കും. അതുപോലെ തന്നെ ഒരുപാട് മറ്റ് ഗഗൻയാന്റെ ഫോളോ മിഷൻസ് ഉണ്ട്. ഇതിന് ഉപരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ പറ്റി അറിയാമായിരിക്കും. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതിന് പറയുന്നതെല്ലാം അപ്രൂവ്ഡ് പ്രോജക്ട്സ് ആണ്. അപ്രൂവ്ഡ് അല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നാസയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ജപ്പാന്റെയും കൂടെയുള്ള ഒരു ജോയിന്റ് പ്രോജക്റ്റ്. റഷ്യയുടെയും റോസ്കോസ്മോസിന്റെയും കൂടെ ഒരു ജോയിന്റ് പ്രോജക്റ്റാണ്. അവിടെ അവർ ഒരു വലിയൊരു പേടകം വെക്കുകയും അതിൽ അവർ വർഷങ്ങളായി അതിനകത്ത് പല പരീക്ഷണം, മൈക്രോഗ്രാവിറ്റി എക്സ്പെരിമെന്റ്സും എല്ലാം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഉള്ളൊരു സംരംഭം ഇപ്പോൾ ചൈനയ്ക്കുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു കാണും. ചൈനയുടെ ആസ്ട്രോണോട്ട്സെന്നോ കോസ്മോണോട്ട്സ് എന്താണെന്ന് പറയണത് എനിക്കറിയില്ല. അവരുടെ ചൈനയുടെ ആസ്ട്രോണോട്ട്സ് അവിടെ പെട്ടു. അവർക്ക് തിരിച്ചു വരാനുള്ള പേടകം ഇതിന് മുന്നേ താമസിച്ചിരുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടി വന്നു. അതിനാൽ ഇപ്പോൾ താമസിക്കുന്നവർക്ക് തിരിച്ചു വരാനുള്ള പേടകമില്ല എന്നൊരു വാർത്ത വായിക്കണ്ടായി, കണ്ടാണ് പത്രത്തിലുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഒരു ആസ്ട്രോണോട്ട് 2 or 3 ആസ്ട്രോണോട്ട് ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു പേടകം, സ്പേസ് ക്രാഫ്റ്റ് അവിടെ സജീവമായിട്ട് റെഡി ആയിരിക്കണം. ഇപ്പോൾ ചൈനയ്ക്ക് അതില്ല. അത് അവരുടെ ടെക്നോളജിക്കൽ മെച്യൂരിറ്റി എത്താത്തതുകൊണ്ടാണ്. പക്ഷേ നമ്മളതിൻ്റെ ഒരു 1% പോലും ആയിട്ടില്ല. നമ്മളത് ഇപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്കുണ്ട്, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു പേടകം വയ്ക്കുകയും അതിൽ നമ്മൾ അതിൻ്റെ ഡിസൈനും അതിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെ അടുത്ത കാലത്ത് 2030 തന്നെ ഫസ്റ്റ് ലോഞ്ചുകൾ നടത്തും. ഇപ്പോൾ നമുക്ക് അമേരിക്ക പോലെ ഇതെല്ലാം കൂടി ഒരുമിച്ച് ലോഞ്ച് ചെയ്യാൻ പേടകമില്ല. അപ്പോൾ നമ്മൾ പല ഭാഗങ്ങളായിട്ട് ലോഞ്ച് ചെയ്തിട്ട് ഓർബിറ്റൽ റെൻഡവൂ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ ഇതിനെ യോജിപ്പിക്കുന്ന ഒരു പ്രക്രിയ, അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ അങ്ങനെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതാണ് അടുത്ത മേജർ പ്രോജക്റ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇനിയുള്ള ഒരു 10-20 വർഷത്തേക്കുള്ള വർക്കുകൾ, കോടാനുകോടികൾ ഫണ്ടുകൾ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തു. പ്രോജക്റ്റുകളെല്ലാം സജീവമായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. നിങ്ങളുടെ അടുത്ത ജനറേഷനായ ഞങ്ങളും എൻ്റെ താഴെയുള്ള ജനറേഷനും എല്ലാവരും മൂക്കറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അത്ര കണ്ട് വർക്കുണ്ട്. അത്ര കണ്ട് വർക്ക് നമ്മൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം. നിങ്ങളെല്ലാം സജീവമായിട്ട് രംഗത്തിരുന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന്. ഞാൻ ഇപ്പോൾ പറയുന്നു നിങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്. അപ്പോൾ അതും ഞാൻ പറയുന്നുണ്ട്. അനുഗ്രഹിച്ച് ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല രീതിയിൽ ISROവിൻ്റെ വിജയം രാജ്യത്തിന് മുന്നിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും അഭിമാനകരമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി
സാധിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ബെസ്റ്റ് വിഷസും അനുഗ്രഹവും ഞങ്ങൾക്ക് തരണം. അതിനുള്ള മറ്റ് സഹകരണങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തന്നാൽ ഇതെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഏതായാലും ഈ നല്ലൊരു വേളയിൽ എന്നെ ഇവിടെ ക്ഷണിച്ച് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാനും, കുറേയൊക്കെ നിങ്ങൾക്ക് ചിലവർക്ക് മനസ്സിലാവില്ലായിരിക്കാം, കുറേ പേർക്ക് ടെക്നിക്കലായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കാം, എങ്കിലും നിങ്ങളോട് സംസാരിക്കുവാനും ISRO ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് PSLV ആണ്. അതിനുശേഷം GSLV അടുത്ത F-17 എന്ന് പറഞ്ഞ ലോഞ്ച് വെഹിക്കിൾ വരുന്നു. PSLVയുടെ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ കൺസോർഷ്യമാണ് ഇപ്പോൾ ലോഞ്ച് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സൽസ് ഇൻഡസ്ട്രിയാണ് ആ ലോഞ്ച് വെഹിക്കിളിനെ അവകാശി, ഓണർ അവരാണ്, ഇൻഡസ്ട്രി. SSLV നമ്മൾ ഓൾറെഡി ഗവൺമെന്റിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ ആണ്. അതായത് രാജ്യത്തിന്റെ വളർച്ച എല്ലാവരിലും കൂടി ഗവൺമെന്റ് മാത്രം കൈകാര്യം ചെയ്യേണ്ട, എല്ലാവരും കൂടെ ചെയ്യണം എന്നുള്ളതാണ്. പല പല ആളുകൾക്കും ആർക്കൊക്കെ സാധിക്കുമോ അവർക്കെല്ലാം സ്റ്റാർട്ടപ്സ് തുടങ്ങാം. സ്റ്റാർട്ടപ്സിന് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും. ISRO ഗവൺമെന്റ് ആയതുകൊണ്ട് അവരെയും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അവർക്ക് അപ്പോൾ അഗ്നികുൽ അവരുടെ ഒരു ഫസ്റ്റ് ലോഞ്ച് ഈ വർഷമുണ്ട്, പ്രൈവറ്റ് ലോഞ്ച് വെഹിക്കിളായിരിക്കും. GSLVയുടെ ഒരുപാട് ലോഞ്ചുകൾ, മാർച്ചിൻ്റെ ലോഞ്ചുകൾ ഈ വർഷമുണ്ട്, ഒരുപാട് ലോഞ്ചുകളുണ്ട്. അതിന് ഏറ്റവും സുപ്രധാനമായ ലോഞ്ച് ഞാൻ ആദ്യം പറഞ്ഞ ഗഗൻയാൻ്റെ HLV-M3 G1. അപ്പം നമുക്ക് ആ ലോഞ്ചിലേക്ക് നോക്കി നിൽക്കാം. ഇതിനെല്ലാം ഇടയിൽ നിങ്ങളെ ക്ഷണിക്കാൻ എൻ്റെ പഴയ ആക്ച്വലി ഞാൻ മൂന്ന് സാറിനെ അറിയും, കാരണം ഞാൻ ABPയിൽ മുന്നേ വരുമ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മൂന്ന് സാറും ഉണ്ണീകൃഷ്ണൻ സാറും രാമേന്ദ്ര, നമസ്കാരം. നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് ജോൺസൺ ഫെർണാണ്ടസ് നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഇവരോട് ഞാൻ നന്ദി പറയുന്നു. ഇതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ആരോഗ്യവും, പറഞ്ഞ ആരോഗ്യം മാത്രമല്ല ധാരാളം വർക്കുകളും ആശംസിച്ചുകൊണ്ട്, നല്ല ആക്ടിവിറ്റീസ് ആശംസിച്ചുകൊണ്ട്, ഒരു മിനിറ്റ് പോലും വെറുതെ കളയാൻ പാടില്ല. എല്ലാ മിനിറ്റും വർക്ക് വേണം. വർക്കിൽ കൂടി ആരോഗ്യം കിട്ടേണ്ട വഴി മാനസികമായിട്ടുള്ള വർക്കാണ്, മെന്റൽ വർക്ക് മതി, ഫിസിക്കൽ വേണമെന്ന് ഞാൻ പറയുന്നില്ല. അതും ആ ആക്ടിവിറ്റിയും കൂടെ ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.